എല്ലാവർക്കും നമസ്കാരം. ഇഫ് യു ആർ നോട്ട് മേക്കിംഗ് എനി മിസ്റ്റേക്സ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. മിസ്റ്റേക്കുകൾ വരുത്തുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെർഫെക്റ്റ് ആണെന്നുള്ളതിലല്ല, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇറ്റ്സ് മീ ലിൻഡോ. വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് മൈൽ സ്റ്റോൺ. തംബ്നെയിലിൽ കണ്ടിട്ടില്ലേ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ട്രേഡർക്ക് സംഭവിക്കാൻ പറ്റുന്ന ഒരു 6 വലിയ മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ മിസ്റ്റേക്കിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മൾ എപ്പോഴും എങ്ങനെ ട്രേഡ് ചെയ്യുന്നു, എവിടെ ട്രേഡ് ചെയ്യുന്നു എന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് എവിടെ ട്രേഡ് ചെയ്യരുത്, എവിടെ ട്രേഡ് എടുക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം എത്ര ട്രേഡിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഒരു 3 ട്രേഡ് ഒരു ദിവസം എടുക്കാനായിട്ട് പാടുള്ളൂ. പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇൻട്രാഡേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലും അതിനെക്കുറിച്ചാണ് പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതായത് ചില ആളുകളുണ്ട്, ഒരുപാട് ട്രേഡ്സ് എടുക്കാറുണ്ട്, ഒരു 10ഉം 20ഉം വരെയും ട്രേഡ്സ് എടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ താരതമ്യേന കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഈ 3 ട്രേഡ് എടുക്കുന്ന ആൾക്ക് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് തന്നെയായിരിക്കും 20 ട്രേഡ് എടുക്കുന്ന ആൾക്കും കിട്ടുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുന്നു എന്നതിലല്ല, നമ്മുടെ പ്രോഫിറ്റിന്റെ കൺസിസ്റ്റൻസിയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമുക്കൊരു 10,000 ഡെയിലി പ്രോഫിറ്റ് കിട്ടുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഇന്ന് 10,000, നാളെ 5,000, നാളത്തെ കഴിഞ്ഞ് 2,000, നെക്സ്റ്റ് ഡേയിൽ ഒരു 8,000 ലോസ് വരുന്നു. അതല്ല വേണ്ടത്. എന്നും ഒരേ ലെവലിലുള്ള ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഒരു 1000 രൂപ ട്രേഡ് ചെയ്തെടുക്കുന്ന ആളായാൽ പോലും. ഇപ്പോൾ ഒരു 1000 രൂപയാണ് നമ്മൾ ട്രേഡ് ചെയ്തെടുക്കുന്നത് വിചാരിക്കുക. ആ 1000 രൂപയിൽ കൺസിസ്റ്റൻസി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഫീൽഡിനൊരു വളർച്ച ഉണ്ടായി എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് പറഞ്ഞതായിട്ട് ഓർക്കുന്നു. എന്നോട് പറയാണ്, ഡെയിലി 2,000 റുപ്പീസാണ് ടാർഗറ്റ് ആയിട്ട് എടുക്കുന്നത്. 2,000 റുപ്പീസിന്റെ പ്രോഫിറ്റ് ഏൺ ചെയ്യാറുണ്ട്. അപ്പം ഈ 2,000 റുപ്പീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു 5,000 വരെ പോകുന്ന ട്രേഡ് ആയാൽ പോലും അവരവിടെ നിന്ന് കട്ട് ചെയ്ത് മാറുന്നു. അതുപോലെ തന്നെ അവർക്ക് അഫോർഡബിൾ ആയിട്ട് അവർ കൽപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ലോസ് എന്ന് പറയുന്നത് 500 ആണ്. അപ്പൊ ആ ഒരു 500 ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യത്തില്ല. അപ്പൊ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്, ഒരു ലോസ് വരുമ്പോഴാണ് കൂടുതലായിട്ട് ട്രേഡ് എടുക്കുന്നത്, അല്ലേ? ലോസ് വരുമ്പോൾ നമ്മൾ കൂടുതൽ ട്രേഡ് എടുക്കുന്നുണ്ടോ, അത് റിവഞ്ച് ട്രേഡാണ്. അപ്പൊ മാക്സിമം റിവഞ്ച് ട്രേഡുകൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ട്രേഡർക്ക് സംഭവിക്കുന്ന ഒരു വലിയ 6 മിസ്റ്റേക്കുകൾ. ഈ ഒരു 6 മിസ്റ്റേക്കുകൾ ഒഴിവാക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് ലോസസ് തടയാൻ പറ്റും. നമ്മുടെ മാനസിക സമ്മർദ്ദവും ലഘൂകരിച്ച് നമുക്ക് ഈ തൊഴിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ മിസ്റ്റേക്കാണ് എൻട്രിങ് ടു ലേറ്റ്. എന്തുകൊണ്ടാണ് നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ എൻട്രി ചെയ്യാനായിട്ട് ലേറ്റ് ആവുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരു 200 ആണ്, അവിടെ 200 റുപ്പീസ് വരുവാണെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ ആ ട്രേഡിലോട്ട് എത്തുമ്പോഴേക്കും ആ 200 എന്നുള്ളത് ഒരു 220 ഒക്കെ ആയിട്ട് മാറുവാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഫോമോ. നമ്മൾ ഫോമോയെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്, അല്ലെ? ഫോമോയെ കുറിച്ചിട്ട് നമ്മൾ സൈക്കോളജി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക കേട്ടോ. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി. അതെന്തുകൊണ്ടാണ് ആ പേടി വരുന്നത്? ആ ഒരു ട്രേഡിൽ നമുക്കൊരു ഉറപ്പില്ലായ്മ. ഇപ്പൊ നമ്മളൊരു 200 റുപ്പീസിന് എടുക്കേണ്ട ആ ഒരു ട്രേഡ്, ആ ഒരു കറക്റ്റ് പോയിന്റിൽ നമ്മൾ എൻട്രി എടുത്താൽ മാത്രമേ കറക്റ്റ് പോയിന്റിൽ എക്സിറ്റ് ആയിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ആ 200 എന്നുള്ളത് ഒരു 10 പോയിന്റ് കൂടെ മുമ്പോട്ട് മാറിയിട്ടാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ എക്സിറ്റ് വരുമ്പോഴേക്കും നമുക്ക് ടെൻഷൻ ആവും, അല്ലെ? ടാർഗറ്റ് എത്തുമോ, അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇറങ്ങി പോകേണ്ടതായിട്ട് വരുമോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടാർഗറ്റ് തന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് ഔട്ടായി പോവാണ്. കാരണം നമ്മൾ എൻട്രി ചെയ്തത് തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പൊ അവിടെ അപ്പോഴേ ഫോമോ വന്നു, നമ്മൾ പാനിക്കാവുന്നു, ടാർഗറ്റ് എത്തുന്നതിന് മുമ്പ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. അതുപോലെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ടോപ്പിൽ ചെന്നിട്ട് എൻട്രി എടുക്കുന്ന ഒരു രീതി. അതായത് ഇപ്പൊ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ സപ്പോർട്ടിൽ വന്നു, റെസിസ്റ്റൻസിൽ ചെന്ന് റെസിസ്റ്റൻസ് ഒന്ന് ജസ്റ്റ് ക്രോസ് ചെയ്ത് മുകളിൽ എത്തുമ്പോൾ നമ്മളൊന്ന് ട്രേഡ് എടുക്കുന്ന രീതി. അതായത് ആ സെയിം ക്യാൻഡിലിൽ, അതായത് നമ്മളിപ്പോ ഒരു റെസിസ്റ്റൻസ് ക്യാൻഡിൽ, ഒരു വലിയ ക്യാൻഡിൽ ആയിരിക്കണമല്ലോ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവുക. ആ ക്യാൻഡിലിന്റെ മുകളിൽ ചെന്നിട്ട് ട്രേഡ് എടുക്കുന്ന ഒരു അവസ്ഥ. അത് മിക്കവാറും അതൊരു വിക്ക് ഫോം ചെയ്തിട്ട് ആ ക്യാൻഡിൽ താഴോട്ട് വരികയും അവിടുന്ന് മാർക്കറ്റ് പുൾ ബാക്ക് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ടോപ്പിൽ പോയിട്ടുള്ള ട്രേഡ് എടുക്കുന്ന രീതി നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ റെസിസ്റ്റൻസ് സോണിന്റെ അപ്പുറത്താണ് ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഒരു നെക്സ്റ്റ് ക്യാൻഡിലൂടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അവിടെ പുൾ ബാക്ക് ആണോ അതോ അടുത്ത മൂവ്മെന്റ് ആണോ എന്ന് മനസ്സിലാക്കേണ്ട ഒരു ക്യാൻഡിൽ കൂടി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് എൻട്രിങ് ടു ലേറ്റ് എന്നുള്ളത് ആ ഒരു പോയിന്റോട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് യൂസിങ് ടു മച്ച് മണി. എപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് മണി ഉപയോഗിക്കുന്നത്?
അതായത് നമുക്ക് ലോസസ് വരുന്ന ദിവസമല്ലേ, ചിന്തിച്ചു നോക്കൂ. നമുക്കൊരു ഫിക്സഡ് ക്യാപിറ്റൽ എമൗണ്ട് ഉണ്ടായിരിക്കും. ആ ഒരു എമൗണ്ട് ട്രേഡ് ചെയ്ത് വരുമ്പോൾ ലോസ് സംഭവിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് കൂടുതൽ മണി അതിലോട്ട് ആഡ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി വരുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഒരു 1 lakh ഇട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. 1 lakh ഇട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 5,000 ലോസ് വന്നു വിചാരിക്കുക. 1 lakh ഇട്ട് ചെയ്യുന്ന ഒരു ആൾക്കൊക്കെ 5,000 ലോസ് അഫോർഡബിൾ ആണ് കേട്ടോ. അപ്പൊ ഈ 5,000 ലോസ് വന്നപ്പോഴേക്കും ക്യാപിറ്റൽ എമൗണ്ട് 95 ഉള്ളൂ. അപ്പൊ എന്താണ് അവർ ചിന്തിക്കുന്നത്? ആ 1 lakh എടുത്ത അതേ ക്വാണ്ടിറ്റി തന്നെ എനിക്ക് ട്രേഡ് എടുക്കണം, അതുകൊണ്ട് തന്നെ ഞാനത് ഫുള്ള് വീണ്ടും ഒന്നുകൂടെ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ 5,000 എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത് എത്രയാണെന്ന് മനസ്സിലാക്കുക. 10,000 റുപ്പീസ് നമുക്ക് നഷ്ടം വന്നല്ലേ. എന്താന്ന് വെച്ചാൽ 5,000 ലോസും വന്നു, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വീണ്ടും 5,000 ആഡ് ചെയ്തു. അത് പ്രോഫിറ്റ് ആവോ ലോസ് ആവോ നമുക്കറിയില്ല. ലോസ് ആകാനാണ് ചാൻസ് കൂടുതൽ. എന്താന്ന് വെച്ചാൽ നമ്മളൊരു ഫിക്സഡ് എമൗണ്ടിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വീണ്ടും വീണ്ടും മണി ആഡ് ചെയ്യാതിരിക്കുക. അതായത് ലോസ് വരുന്ന ദിവസം നമ്മൾ പൈസ ആഡ് ചെയ്യാതെ ആ ഉള്ള എമൗണ്ട് വെച്ചിട്ടുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് ദിവസങ്ങൾ കൊണ്ട് ലോസ് കവർ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു സെയിം ഡേയിൽ ലോസ് കവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് വളരെ മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത് നമുക്ക് സാധിക്കത്തില്ല. കാരണം അപ്പോഴേക്കും നമ്മുടെ ഒരു ട്രേഡും കൂടെ എടുക്കുമ്പോഴേക്കും ലോസിന്റെ എമൗണ്ട് കൂടുകയാണ്. ലോസിന്റെ എമൗണ്ട് കൂടുമ്പോഴേക്കും എന്താണ്, പെട്ടെന്ന് നമ്മുടെ റിവെഞ്ച് മൈൻഡ് അവിടെ വർക്ക് ചെയ്യുകയാണ്. മാർക്കറ്റിനോട് പിന്നെ ഒരു റിവെഞ്ച് മൈൻഡിൽ നമ്മൾ മാർക്കറ്റിനോട് ബിഹേവ് ചെയ്യുകയാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ഗ്യാംബ്ലേഴ്സിന്റെ കാര്യം. സ്കാൽപ്പൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, മാർക്കറ്റിന്റെ ആ ഒരു മൂവ്മെന്റ് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ വ്യക്തമായ പഠനങ്ങൾ നടത്താതെയാണ് ഒരു സ്കാൽപ്പിംഗ് ചെയ്യുമെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, സെയിം പ്രോഫിറ്റിലോട്ട് എവറി ഡേ നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക. നമുക്ക് വേണ്ടിയിട്ട് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത ശേഷം വ്യക്തമായ ട്രേഡിലിരിക്കുക. നമുക്ക് നമ്മളിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത കാര്യങ്ങൾ നിറവേറ്റപ്പെടാൻ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്ട്രാറ്റജി ബേസിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും? അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, എനിക്ക് ഒരു ദിവസം ഇത്ര രൂപ ടാർഗറ്റ്, ഇത്ര രൂപ പ്രോഫിറ്റ്, ഇത്ര രൂപ ലോസ് എനിക്ക് അഫോർഡബിൾ ആണ്. അതുപോലെ ശ്രദ്ധിക്കുക, നമുക്ക് ലോസ് വരുന്ന ദിവസങ്ങളിൽ പിന്നെ അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പൊ നമ്മൾ ട്രേഡ് എടുത്തു, ലോസ് വന്നു, ഉടനെ നമ്മൾ ട്രേഡ് എടുക്കണ്ട, കുറച്ച് നേരത്തേക്ക് നമ്മൾ കാമായിട്ടിരിക്കുക. അതിനുശേഷം വ്യക്തമായ ഒരു ട്രേഡ് അവിടെ എടുക്കാൻ സാധിക്കുന്ന ഒരു ഘട്ടം ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ ആ ലോസ് ഉള്ള ദിവസം നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, നോട്ട് സെറ്റിംഗ് സ്റ്റോപ്പ് ലോസ്. ചിന്തിച്ചു നോക്കൂ, എത്ര പേരുണ്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളുകൾ? എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം അല്ലെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ നമ്മളിങ്ങനെ ഭയക്കുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തെന്ന് വിചാരിക്കുക, പ്രോഫിറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊരു ടാർഗറ്റ് വെച്ചു, ആ ടാർഗറ്റിലോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ ആ ടാർഗറ്റിൽ എത്തുന്നതിന് മുമ്പേ നമ്മൾ എടുത്തു, നമുക്ക് ലാഭം കിട്ടിയെന്ന് വിചാരിക്കുക. എന്നാൽ ഈ സ്റ്റോപ്പ് ലോസ്, ഞാൻ പറയട്ടെ, ഇപ്പം നെഗറ്റീവിലോട്ട് പോവുകയാണ്, നമ്മുടെ സ്റ്റോപ്പ് ലോസിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് മാറ്റി കൊടുക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. പലരും പറഞ്ഞ അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ സ്റ്റോപ്പ് ലോസിലോട്ട് അടുക്കുന്ന ആ ഒരു പൊസിഷൻ വരുമ്പോഴേക്കും സ്റ്റോപ്പ് ലോസ് വീണ്ടും മാറ്റി വെച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മൈൻഡിലാണ് സെറ്റ് ചെയ്യുന്നത്. പകുതി ആളുകൾ സ്റ്റോപ്പ് ലോസ് മൈൻഡിൽ സെറ്റ് ചെയ്യുന്നു. ഇതൊന്നും ശരിയായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല. എന്താന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുന്നതിനേക്കാൾ നേരിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് നമ്മൾ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക തന്നെ ചെയ്യുക. അല്ലെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് വരും തോറും നമുക്കത് മാറ്റി കൊടുക്കാനുള്ള അവസ്ഥ വരും. അതുപോലെ നമ്മുടെ മൈൻഡിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പൊസിഷനിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുക, ഇതിപ്പോ മാറും, ഇതിപ്പോ പോസിറ്റീവിലോട്ട് വരും. അങ്ങനെ വെയിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഒരുപാട് ദൂരോട്ട് മാറ്റി വെക്കുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു ഫ്രണ്ട് പറയാണ്, ആൾക്ക് എന്നും ട്രേഡ് എടുക്കുന്നു, ടാർഗറ്റ് എത്തുന്നതിന് മുമ്പേ ആൾ എക്സിറ്റ് ആവുന്നുണ്ട്, അത് കുഴപ്പമില്ല, പുള്ളിയുടെ ആ ഒരു ഡെയിലി പ്രോഫിറ്റ് ഏൺ ചെയ്തെന്ന് വിചാരിക്കാം. ടാർഗറ്റ് എത്തുന്നതിന് മുമ്പ് എക്സിറ്റ് ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റോപ്പ് ലോസ് മൈൻഡിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. സ്റ്റോപ്പ് ലോസിലോട്ട് എത്തും തോറും വീണ്ടും സ്റ്റോപ്പ് ലോസ് ഇറക്കി വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയാണ്. എക്സിറ്റ് ആകാൻ പറ്റുന്നില്ല. അതായത് ലാഭമാണെങ്കിൽ അതിന് മുമ്പേ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് സാധിക്കുന്നു. നഷ്ടത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ അത് വീണ്ടും ഹോൾഡ് ചെയ്യുകയാണ്. അപ്പൊ അതുവഴി എന്താ സംഭവിക്കുന്നത്? ഭീമമായ ലോസസ് ആണ് അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കുക, ഒരു മൈൻഡ് സെറ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ മൈൻഡ് സെറ്റ് ചിട്ടയായിട്ട് ക്രമീകരിച്ച് വെക്കുക. ഇത്ര രൂപ ടാർഗറ്റ്, ഇത്ര രൂപ പ്രോഫിറ്റ് എനിക്ക് ഡെയിലി അഫോർഡബിൾ ആണ് എങ്കിൽ എനിക്ക് ഇത്ര രൂപ ലോസും അഫോർഡബിൾ ആണ്.
അതുപോലെ തന്നെ മനസ്സിലാക്കുക, ലോസ് ഉള്ള ദിവസം ഇനി ട്രേഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ലോസ് ഉള്ള ദിവസം ഒരു ട്രേഡ് കൂടി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചിട്ടയായ ഒരു റൂൾ ബേസ്ഡ് ട്രേഡിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. റൂൾ ബേസ്ഡ് ട്രേഡിങ്ങിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ അടുത്തൊരു വീഡിയോയിൽ എവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം, ഒരു ATR ഉപയോഗിച്ചിട്ടാണ് ഞാൻ സാധാരണ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. ആ ഒരു രീതി എങ്ങനെയാണെന്ന് ഒരടുത്ത വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. നാലാമത്തെ ഒരു ബിഗ് മിസ്റ്റേക്ക് ആണ് യൂസിങ് ടു മെനി ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അല്ലെ. നമുക്ക് എണ്ണിയാ തീരാത്തത്ര ഇൻഡിക്കേറ്റേഴ്സ് ടെക്നിക്കലി അനാലിസിസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഫണ്ടമെന്റൽ അനാലിസിസ് കൂടുതൽ നമ്മൾ സ്റ്റോക്കിന് ലോങ് ടൈമിലോട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇൻട്രാഡേ ട്രേഡിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. അപ്പോൾ ഒരുപാട് ടെക്നിക്കൽ രീതികൾ ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും ഒരു നല്ല പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നുന്ന ഒരു 4 or 5, അതിനകത്ത് 4 ഏറ്റവും മാക്സിമം ഒരു 4 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. കൂടി വന്ന ഒരു 5. അതായത് നമുക്ക് അത്രയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമാണല്ലോ. അപ്പൊ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ, എല്ലാവർക്കും അത് അങ്ങനെ ആവണമെന്നില്ല. ആ ഒരു ഇൻഡിക്കേറ്ററുകൾ നമ്മളൊരു 4 ചൂസ് ചെയ്ത് വെക്കുക. ആ 4 കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ട്രേഡ് എടുക്കൂ എന്ന് തീരുമാനിക്കുക. അതിനകത്ത് 2 ഓക്കെ ആണെങ്കിലും ട്രേഡ് എടുക്കാൻ പാടില്ല, 3 ഓക്കെ ആണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രേഡിലോട്ട് എൻട്രി ചെയ്ത് നോക്കാൻ സാധിക്കും. അല്ലാതെ ഇപ്പം നമ്മളൊരു 4 ഇൻഡിക്കേറ്റർ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒറ്റ ഇൻഡിക്കേറ്ററിന്റെ ബേസിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ബേസിലാണ് നമ്മൾ അവിടെ ട്രേഡ് എടുക്കുന്നത്? ഒരു ഇൻഡിക്കേറ്ററിന്റെ ബേസിൽ ആ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാനായിട്ട് അവിടെ പോസിബിലിറ്റീസ് കൂടുതലാണ് അല്ലെ. അതുകൊണ്ട് ഇത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. കൂടി വന്നാൽ 3 അല്ലെങ്കിൽ 4 ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അടുത്തൊരു പോയിന്റ് ആണ് ട്രേഡ് വിത്ത് ട്രെൻഡ് എന്ന് പറയും. എന്താണത്? ട്രെൻഡിന് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യരുതെന്ന് കേട്ടിട്ടില്ലേ? ഒരു അപ് ട്രെൻഡ് നടക്കുന്ന ഒരു മാർക്കറ്റില്, അതായത് നമുക്ക് മൊത്തമായിട്ട് മാർക്കറ്റിന്റെ ഒരു ബിഗ് ടൈം ഫ്രെയിമിൽ എടുത്ത് നോക്കുവാണെങ്കിൽ കാണാം അന്നത്തെ ട്രെൻഡ് എങ്ങോട്ടാണെന്നുള്ളത് അല്ലെ. ആ ഒരു ട്രെൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് നഷ്ടം വന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതായത് ട്രെൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇപ്പൊ അപ് ട്രെൻഡിൽ പോകുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കാം, അത് ചില സമയത്ത് പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ പുൾ ബാക്സ് എടുക്കാനൊക്കെ ആയിട്ട് താഴോട്ട് വന്നിരിക്കാം. ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് പോയിട്ട് താഴോട്ടുള്ള ട്രേഡ് എടുത്താൽ നമുക്ക് സാധിക്കുമോ? സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ട്രെൻഡിന് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യാതിരിക്കുക. അതൊരു റൂളാണ് കേട്ടോ, സൈക്കോളജിക്കലി ഒരു റൂളാണ്. അതായത് ട്രെൻഡിന് എതിരെ ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളത്. അടുത്തൊരു മിസ്റ്റേക്ക് ആണ് ലാക്ക് ഓഫ് റെക്കോർഡ് കീപ്പിംഗ്. ആരൊക്കെ ഉണ്ട് ട്രേഡിങ്ങിൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ആളുകൾ? അതായത് ടുഡേസ് ഗെയിൻ അല്ലെങ്കിൽ ടുഡേസ് ലോസ്. ആരും ഇല്ല അല്ലെ. അതായത് ഇപ്പൊ നമുക്ക് ഒരു ദിവസം എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി, പ്രോഫിറ്റിന്റെ കണക്ക് മിക്കവഴും ആളുകൾ കണക്ക് കൂട്ടി വെക്കാറുണ്ട്, പക്ഷെ ലോസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 20 ഡേയ്സിലൊന്ന് നമ്മുടെ പ്രോഫിറ്റും ലോസും ഒന്ന് റെക്കോർഡിക്കലി ഒന്ന് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കൂ. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്നതിനെ കുറിച്ച് ഒരു ബോധ്യം രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്കത് സഹായിക്കും. ഏതൊരു കാര്യമായാലും ഒരു 21 ഡേയ്സ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറുമല്ലോ. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് ആയാലും ശരി ലോസ് ആയാലും ശരി നമ്മളൊരു റെക്കോർഡ് കീപ്പ് ചെയ്യുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ആരും അത്ര കണ്ട് വില കൊടുക്കാത്ത കാര്യങ്ങളുമാണ്. പക്ഷെ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയാനായിട്ട് ഒരു ടെൻഡൻസി വരുന്നത്. അതായത് നമ്മൾ ഡെയിലി റെക്കോർഡ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു 20 ഡേയ്സ് ആകുമ്പോഴേക്കും അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും അല്ലെ. ഡെയിലി ട്രേഡ് എടുക്കുന്നു, റെക്കോർഡ് കീപ്പ് ചെയ്യുന്നു, എന്നിട്ട് അതൊരു വീക്കിലി നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ട്രേഡ് എങ്ങനെയാണ്, ലാഭത്തിലാണോ നഷ്ടത്തിലാണോ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബിസിനസ് ആണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നഷ്ടത്തിലൂടെ തന്നെയാണ് പോകുന്നതെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കില്ലേ നല്ലത്. മാക്സിമം നമ്മൾ പുതിയ ടെക്നോളജി അപ്ലൈ ചെയ്ത് നോക്കുക, സ്ട്രാറ്റജീസ് മാറ്റി നോക്കുക. എന്നിട്ടും അത് നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ നിൽക്കാനുള്ള നമുക്ക് അതിനുള്ള ഒരു യോഗ്യത ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ടാണ് ഈ റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ടും അത് അനലൈസ് ചെയ്യാനായിട്ടും പറയുന്നത്. റെക്കോർഡ് കീപ്പ് ചെയ്ത് അത് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 20 ഡേയ്സ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് വന്നിരിക്കുന്ന ഫോൾട്ട് എന്തൊക്കെയാണ്, നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡർ ആണെങ്കിലും ശരി ഡെയിലി ഇംപ്രൂവ്മെന്റ് അവർക്ക് ആവശ്യമാണ് അല്ലെ. നമ്മൾ ഇംപ്രൂവ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഉള്ള ഒരു കഴിവിൽ തന്നെ ഡെയിലി പോകും. പക്ഷെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ആണ്, കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതനുസരിച്ച് പുതിയ ടെക്നിക്സ് വരുന്നുണ്ട്.
അപ്പൊ എന്താ ചെയ്യേണ്ടേ? ആ ഒരു ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജീസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഡെയിലി ഇംപ്രൂവ്മെന്റ് നടത്തുന്ന ഒരാളാണെങ്കിൽ നല്ല ലാഭങ്ങൾ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ട്രേഡിംഗ് എന്ന് വെച്ചാല് മണി ഉണ്ടാക്കുക എന്നതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ നിലനിൽക്കുന്ന ആ ഒരു ഫീൽഡില് നമ്മൾ ബെസ്റ്റ് ആകാനായിട്ട് ശ്രമിക്കുക. അതല്ലേ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്തു, കുറച്ച് ദിവസം പ്രോഫിറ്റ് കിട്ടി, കുറച്ച് ദിവസം ലോസ് കിട്ടി, അങ്ങനെ പോകുന്നു, ഞാനൊരു ട്രേഡർ ആണ് എന്ന് പറയാനായിട്ട് അവിടെ നമുക്കൊരു ട്രേഡർ ആണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു അല്ലേ? അതിന് പകരം നമ്മളൊരു സക്സസ്ഫുൾ ആകുക. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഫോൾട്ടുകൾ കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് പറയാനായിട്ട് എല്ലാവർക്കും എളുപ്പമാണ്. എനിക്ക് ഇത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റി, ഞാൻ നല്ല സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിച്ചത്, അങ്ങനെ പോസിറ്റീവായിട്ട് പറയാനായിട്ട് നമുക്ക് നമ്മളെക്കുറിച്ചും കൂടെയുള്ളവരെ കുറിച്ചും പറയാനായിട്ട് വളരെ ഈസിയാണ് അല്ലേ? പക്ഷെ നെഗറ്റീവ്സ് പറയാനായിട്ട് കുറച്ച് പാടാണ്. പക്ഷെ നെഗറ്റീവ്സ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം ആരംഭിക്കുന്നതെന്ന് പറയും. എന്നിപ്പോ ഈ മിസ്റ്റേക്സിനെ കുറിച്ച് പറയാനായിട്ട് തോന്നിയത്, ഈ സൈക്കോളജി ക്ലാസ്സുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറെ ആൾക്കാർ വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് ട്രേഡിങ്ങിൽ ഇങ്ങനെ മിസ്റ്റേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറയാണ്, ഞാൻ ട്രേഡിൽ അതായത് ഒരു 4 റിവെഞ്ച് ട്രേഡ് ആണ് കേട്ടോ, ഒരു രണ്ടാമത്തെ ട്രേഡിൽ ആൾക്ക് ലോസ് വന്ന ശേഷം പിന്നെ റിവെഞ്ച് ട്രേഡ് ചെയ്ത് ഒരു 4 ട്രേഡ് എക്സ്ട്രാ ചെയ്തു. അപ്പൊ ഈ ആദ്യം സംഭവിച്ച ലോസിന്റെ 3 ഇരട്ടി ഭീമമായ ലോസ് വന്ന് നിൽക്കുക. ഈ ലോസ് വന്ന് നിൽക്കുന്ന ക്യാപിറ്റലിന്റെ ഒരു പകുതിയോളം നഷ്ടപ്പെട്ടു. ആ ഒരു സിറ്റുവേഷനിൽ വീണ്ടും ട്രേഡ് ചെയ്യാനായിട്ട് തോന്നും, പിന്നെയും ട്രേഡ് ചെയ്യണം. അപ്പൊ പൈസ അക്കൗണ്ടിൽ ഇല്ല. അപ്പൊ പൈസ ഉണ്ടാക്കാനുള്ള ഒരു എവിടുന്ന് പൈസ കിട്ടും, എനിക്ക് പെട്ടെന്ന് പൈസ കിട്ടണം. അതായത് ഉച്ച വരെ ഈ ഒരു ട്രെൻഡ് ആയിരുന്നു, ഉച്ച കഴിഞ്ഞ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്റെ ലോസ് എല്ലാം എനിക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് ലോസ് കൂട്ടിയെടുക്കുക. അതുവരെ ഒരു 20 ലോട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ലോസ് വന്നു കഴിയുമ്പോഴേക്കും അതുവരെ ഒരു 20 ലോട്ട് എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ലോസിന് ശേഷം അത് മാറിയിട്ട് ഒരു 50 ആയിട്ട്, ലോട്ട് സൈസ് 50 ആക്കി പെട്ടെന്ന് തന്നെ, പാനിക്കായിട്ട്. അതുവരെ 20 ലോട്ട് എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ഈ ലോസിന് ശേഷം ആ ലോട്ട് സൈസ് 50 ആക്കി. അതുപോലെ തന്നെ മറ്റൊരു മാറ്റം വന്നു, സ്കാൽപ്പിങ്ങിലോട്ട് മാറി. 20, 40 അല്ലെങ്കിൽ 100 വരെ പോയിന്റ് ക്യാച്ച് ചെയ്തുകൊണ്ടിരുന്ന ആള് 10 പോയിന്റ് അല്ലെങ്കിൽ 5 പോയിന്റിലോട്ട് മാറി. അതുകൊണ്ട് ഒരു ലാഭം അവിടെ ഉണ്ടാകാനായിട്ട് സാധിക്കുമോ? ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. സിസ്റ്റം ഓഫ് ചെയ്ത് വെക്കുക, കാമായിട്ടിരിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു ഇതാണ്, നമുക്ക് പെട്ടെന്ന് ഒരു പാനിക്കാവുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു റിവെഞ്ച് ട്രേഡിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുക? പെട്ടെന്ന് ഒരു മെന്ററെ വിളിക്കുക. നമ്മൾ സെൽഫായിട്ട് ഡിസിഷൻ എടുക്കാതിരിക്കുക. ഹ്യൂജ് ലോസസ് വരുന്ന ഒരു സമയത്താണെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ നമ്മളെ ട്രേഡിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്ററെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു റിപ്ലൈ കിട്ടും. നമ്മൾ തന്നെ, അതായത് മൊത്തം ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് നഷ്ടങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയിട്ട് പോകുന്നത്. അത് ഹ്യൂജ് ലോസസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? നമുക്ക് പിന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോകും. അത് ജീവിതത്തിലായാലും അങ്ങനെ തന്നെയല്ലേ? നമുക്കൊരു പ്രശ്നങ്ങൾ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആങ്കർ ആയിരിക്കുന്ന സമയത്താണെങ്കിലും ശരി, നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കത്തില്ല അല്ലെ? ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ വളരെ കാമായിട്ടിരുന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പാനിക് സിറ്റുവേഷനിൽ ബിസിനസ്സിലായാലും ശരി, ലൈഫിലായാലും ശരി, തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. തീരുമാനങ്ങൾ ആ സമയത്ത് നമുക്ക് ഒട്ടും പറ്റുന്നില്ല എങ്കിലും നമ്മളൊരു മെന്ററെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് ഒരു ഈസി ജോബ് അല്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ട്രേഡിങ് ഒരു ഈസി ജോബ് അല്ല. എല്ലാ പ്രൊഫഷനെയും പോലെ തന്നെ നമ്മൾ അത്രയ്ക്ക് അതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതായിട്ടുണ്ട്. ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രം നല്ല ട്രേഡർ ആകാനും സാധിക്കും, സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ടും സാധിക്കും. ഞാൻ പിയാൻഡിലൊക്കെ ചോദിച്ചിട്ട് കമന്റ് കണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരുപാട് ട്രേഡിങ്ങിൽ തട്ടിപ്പുകൾ നടക്കുന്ന ഒരു സമയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കമന്റ് കണ്ടിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മൾ ഒരിക്കലും ഒരാളുടെ പിയാൻഡിൽ കണ്ടിട്ട് ആവരുത് നമ്മുടെ ട്രേഡിങ്. അതായത് നമുക്ക് നമ്മുടേതായ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുക്കുക. അതായത് ഓരോരുത്തരും അവരവർ സെറ്റ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സിന്റെ ബേസിൽ ട്രേഡ് എടുത്ത് അവരുടെ പിയാൻഡിൽ കണ്ടിട്ട്, ചിലപ്പോൾ അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം. പക്ഷെ ആ ഒരു പിയാൻഡിൽ കാണുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് അവർ ട്രേഡ് ചെയ്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കി. അപ്പം മനസ്സിലോട്ട് സ്വാഭാവികമായിട്ടും വരും, ട്രേഡ് ചെയ്താൽ എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പൈസ ഒരുപാട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും ഇല്ല. ട്രേഡിങ്ങിൽ നമുക്ക് കൺസിസ്റ്റൻസി എന്നുണ്ടാകുന്നു അന്ന് തൊട്ട് നമുക്കൊരു നമുക്കൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ട്രേഡിങ്ങിൽ നമുക്ക് ഒരു ഗ്യാമ്പിളിംഗ് അല്ലല്ലോ, നമ്മളൊരു ഗെയിം കളിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് അല്ലല്ലോ ട്രേഡിങ്ങിൽ ചെയ്യുന്നത്. അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തൊഴിലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. ഒരുപാട് നാളെ നിലനിന്ന് പോകാനായിട്ട് സാധിക്കും. വേണ്ടത്ര ഇമ്പ്രൂവ്മെന്റുകളൊക്കെ സമയത്ത് ചെയ്തു പോവുകയാണെങ്കിൽ
നിലനിന്ന് പോകാനായിട്ട് സാധിക്കും. എനിക്ക് പിയാൻഡിൽ കാണിക്കുന്നതിനുള്ള മടിയുള്ളത് കൊണ്ടല്ല ഞാനിത് പറഞ്ഞത്. ഒരാളുടെ പിയാൻഡിൽ നോക്കിയിട്ട് വരുന്നത് നമ്മൾ ട്രേഡ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. ഞാൻ അടുത്ത മാസം തൊട്ട് ഞാൻ ലൈവ് ട്രേഡ് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ലൈവ് ട്രേഡിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫീൽഡ് ഈ സൈക്കോളജി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും അതിന് ഈ ഒരു കാര്യങ്ങളെ കുറിച്ചാണല്ലോ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടിരിക്കും, കേൾക്കുമ്പോഴും സിമ്പിൾ ആണ്. പക്ഷെ ഇതൊന്നും അങ്ങനെ ആരും പറയുന്നില്ല. എന്താണ്, ചില കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും അതൊന്നും ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെ കണ്ടുപിടിച്ച മിസ്റ്റേക്സുകളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് എനിക്ക് സംഭവിക്കുന്നുണ്ടോ? കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇത് സംഭവിച്ചിട്ടുള്ള ചിലരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും അവരനുഭവിച്ച ആ ഒരു പാനിക് സിറ്റുവേഷൻസ് എത്ര ഭീമമാണെന്ന്. ആ ഒരു പാനിക് അല്ലെങ്കിൽ ആ ഒരു റിവെഞ്ച് ട്രേഡ് മൂലം അവർ വരുത്തി വെച്ച നഷ്ടങ്ങൾ എത്ര വലുതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്കെങ്കിലും ഒരു ഹെൽപ്പ് ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് പേര് ഓഫ്ലൈനിൽ ക്ലാസ് ചോദിച്ചിരുന്നു. ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കുന്നില്ല. ഞാനും ഇതുപോലെ തന്നെ പയ്യെ പഠിച്ച് ട്രേഡിങ്ങിലോട്ട് വന്ന ഒരാളാണ്. അപ്പം ഇതിനകത്ത് പറയുന്ന ഒരുപാട് മിസ്റ്റേക്കുകളിലൂടെ കടന്നു പോവുകയും ഒരുപാട് പൈസ നഷ്ടം വരികയും ഒക്കെ എനിക്കും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആ ഒരു പ്രശ്നമില്ല. എന്റെ ട്രേഡിംഗ് ലൈഫിൽ ഒരു കൺസിസ്റ്റൻസി വന്നു തുടങ്ങിയ നാളെ മുതൽ ഞാൻ ആ ഒരു കൺസിസ്റ്റൻസി എന്നും കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. അതുകൊണ്ട് ഈ ഒരു ട്രേഡിംഗിൽ ഒരു ക്ലാസ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്ത ട്രേഡിങ്ങിലും ഞാൻ പഠിച്ച അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈക്കോളജി പരമായിട്ട് നമ്മൾ ട്രേഡിങ്ങിൽ സംഭവിക്കുന്ന നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു ഫീൽഡിൽ നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അത് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും പാനിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു സൈക്കോളജി പരമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണോ നിങ്ങൾ? ഇങ്ങനെ ഞാൻ പറഞ്ഞതും അല്ലെങ്കിൽ പറയാത്തതും ഒക്കെ ആയിട്ടുള്ള സൈക്കോളജി പരമായിട്ടുള്ള പ്രോബ്ലംസ് ട്രേഡിങ്ങിൽ നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലത്തെ റിവെഞ്ച് ട്രേഡിങ് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? പാനിക് ആയിട്ടുള്ള ട്രേഡ് ഉണ്ടോ? കമന്റ് ചെയ്യുക കേട്ടോ. അതിനെക്കുറിച്ചിട്ടെല്ലാം വിശദമായിട്ട് ഇനി വീഡിയോസ് ചെയ്യുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ്. അതായത് ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ATR ഉപയോഗിച്ചിട്ടാണ്, ഞാൻ ആവറേജ് ട്രൂ റേഞ്ച് ഉപയോഗിച്ചിട്ടാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. എല്ലാവർക്കും അത് ആപ്റ്റ് ആകണമെന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. വീണ്ടും ഞാൻ പറയുകയാണ്, ട്രേഡിംഗിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.